CPMന്റെ ഗാസ അനുകൂല നിലപാടിന് പിന്നിൽ മറ്റ് ചില താൽപര്യങ്ങളുണ്ട് എന്ന് സദാനന്ദൻ മാസ്റ്റർ MP. ബോംബെ ഹൈക്കോടതി നിരീക്ഷണം കൃത്യമാണ്. CPMന്റെ നയം പുനഃപരിശോധിക്കാനുള്ള അവസരമാണ് കോടതി നൽകിയത്. ഗോവിന്ദചാമി എന്ന ചാർലി തോമസിന്റെ ജയിൽ ചാട്ടം വൻ സുരക്ഷാ വീഴ്ചയാണ് ചൂണ്ടിക്കാട്ടുന്നത്. CPM നിയന്ത്രണത്തിലാണ് കണ്ണൂർ ജയിൽ എന്ന കാര്യവും സദാനന്ദ മാസ്റ്റർ ചൂണ്ടിക്കാട്ടി. കൗതുകമുണർത്തുന്ന പരാമർശമാണ് കോടതിയിൽ നിന്നുണ്ടായത്. കൗതുകം എന്ന് ഞാൻ പറയാൻ കാരണം CPIM അനുവർത്തിച്ചു വരുന്ന ഈ പറയുന്ന രീതിയിൽ സ്വന്തം മണ്ണിലേക്ക് നോക്കുക എന്നുള്ളതാണ് ഏതൊരാളെ സംബന്ധിച്ചും ഏറ്റവും പ്രാഥമികമായ കർത്തവ്യം. പ്രത്യേകിച്ച് ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ നമ്മുടെ നാടിന്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണം എന്നുള്ളതാണ്. അതാണ് കോടതിയുടെ ആ നിർദ്ദേശത്തിലൂടെ വരുന്നത്. അതൊരു കോടതി തന്നെ ചൂണ്ടിക്കാട്ടേണ്ടി വരുന്നു എന്നുള്ളതാണ് കൗതുകം ജനിപ്പിക്കുന്ന കാര്യമെന്ന് ഞാൻ പറയാൻ കാരണം. അപ്പോൾ CPIMനെ സംബന്ധിച്ച് ഇതുവരെ അനുവർത്തിച്ചു വന്ന അവരുടെ നയപരിപാടികൾ, അവർ സ്വീകരിച്ച നയങ്ങൾ, അതൊക്കെ ഒരു പുനഃപരിശോധനയ്ക്ക് പാത്രമാകേണ്ട പരാമർശമാണ്. നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ, നാട് നേരിടുന്ന വിഷയങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ പ്രതികരിക്കുകയും അതിന് പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ജനകീയമായ ബോധവൽക്കരണം സാധ്യമാവുകയും ചെയ്യുക എന്നതിനപ്പുറത്ത് ഗാസയിലുള്ള വിഷയം ഉയർത്തിക്കൊണ്ട് അതിന് വേറെ ചില താല്പര്യങ്ങളുമുണ്ട്. അത്തരം വിഷയങ്ങൾ അവർ ഏറ്റെടുക്കുന്നതിൽ അതീവ സുരക്ഷയുള്ള തടവറയ്ക്കുള്ളിലാണ് ഇയാൾ കഴിഞ്ഞിരുന്നത്. മാസങ്ങളോളം പുറത്തു കടക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നു എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. കമ്പി മുറിക്കുക എന്ന് വരുന്നത് ഒറ്റ ദിവസം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ ദിവസം കൊണ്ടോ സാധിക്കുന്നതല്ല. നിരന്തരമായ പരിശ്രമം അതിനാവശ്യമാണ്. അപ്പോൾ പകൽ സമയത്ത് കിടന്നുറങ്ങി രാത്രിയിൽ ഈ പണി ചെയ്തു എന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഇതൊന്നും ജയിൽ അധികൃതരുടെ ശ്രദ്ധയിൽ വന്നില്ല എന്നുള്ളത് നമുക്ക് ആശങ്ക ഉണർത്തുന്ന കാര്യമാണ്. സർക്കാർ സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ ജയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട ശാസ്ത്രീയമായ സംവിധാനങ്ങൾ പൊളിഞ്ഞു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ജയിൽ ഉപദേശക സമിതി എന്ന പേരിൽ ഉള്ള സംവിധാനം CPMന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. അപ്പോൾ ജയിലും ആ നിലയ്ക്ക് പാർട്ടി സംവിധാനത്തിനുള്ളിലാണ് എന്ന് പറയാൻ നമുക്ക് മടിക്കേണ്ടതില്ല. അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ട്.